പെർവർട്ടുകൾക്ക് ഇര പിടിക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് പലപ്പോഴും സമൂഹത്തെ സ്വാധീനിക്കുന്ന മേഖലകളിലൂടെ തന്നെയാണ്. പൊതുപ്രവർത്തനവും ചാരിറ്റിയുമൊക്കെ അതിന് മറയാക്കുമ്പോൾ ഇടനിലക്കാരായി കൂടെ കൂട്ടുക പലപ്പോഴും സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള മുഖ്യധാരാ സ്ത്രീകൾ തന്നെയാകും. ഇരകളെ ആക്രമിക്കാനും വേട്ടക്കാരനെ വെളുപ്പിക്കാനും മുന്നിട്ടിറങ്ങുക സ്ത്രീപക്ഷം ബാധിക്കുന്ന അതേ സ്ത്രീ മുഖങ്ങളുമാകും. അങ്ങനെ വേട്ടക്കാരന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ പിന്തുണക്കാർ പുതിയ ഇരകളെയും സൃഷ്ടിച്ചു കൊടുക്കും. സിനിമാ താരങ്ങളും അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകകളും ആ ലേബലിൽ പെട്ടതോളം സ്ത്രീ സമൂഹത്തിനുണ്ടോ മറ്റൊരു നാണക്കേട്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതി വരുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ രാഹുലിനെ ന്യായീകരിച്ചവരെയും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് മാതൃകാപരമാകുന്നത്. MLA കോൺഗ്രസ് പാർട്ടി പോലും കൈവിടുമ്പോൾ തണലൊരുക്കി കൂടെ നിർത്തിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് നാട്ടുകാരെ ബോധവൽക്കരിച്ച പരസ്യ പിന്തുണക്കാരുടെ പൊടി പോലുമില്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ. എവിടെ പോയി? വിവാഹിതയെ സന്മാർഗം പഠിപ്പിക്കാൻ നടന്നവരും രാഹുലിന് വേണ്ടി വാദിച്ച് ക്ഷീണിച്ചവരും. പരാതികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഈ നാട്ടിലുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ്? ഇനി വല്ലതും ബാക്കി? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേർന്നു സംവിധായകൻ ജോസ് തോമസ്, കോൺഗ്രസിന്റെ സഹയാത്രികൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജു മുണ്ടിയാട്ട്, നിയമ വിദഗ്ധയും ഒപ്പം സാമൂഹ്യ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, അഭിനേത്രി ആക്ടിവിസ്റ്റ് ദിവാകരൻ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോസ് തോമസ്, ഒരിക്കൽ കൊടുത്ത ഒരു പിന്തുണ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കൽ കൊടുത്ത പിന്തുണയിൽ പശ്ചാത്തപിക്കുന്നുണ്ടാകും ഈ നിമിഷത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുന്നു. കാരണം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി 3-4 വീഡിയോ ചെയ്ത് ഞാൻ പിന്തുണച്ചിരുന്നു. അതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരു താരമാണ്, ഒരു സൂര്യോദയമാണ് എന്ന് കരുതിയിരുന്നു. മാത്രവുമല്ല, അന്ന് പരാതിക്കാരുണ്ടായിരുന്നില്ല, പരാതിപ്പെടാൻ ആരും വന്നില്ല, രേഖാമൂലമായ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. എവിടെയൊക്കെ കേട്ടുകേൾവി, ചില വോയിസ് മെസ്സേജുകൾ. അപ്പോൾ സ്വാഭാവികമായും ഇത് അയാളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്ന് അന്ന് ധരിച്ചിരുന്നു. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ നമുക്ക് ഞെട്ടലാണ്. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലജ്ജ തോന്നുന്നു അയാളെ കുറിച്ച് ആലോചിച്ചു. കാരണം ഇങ്ങനെ വേട്ടക്കാരനായി പ്രാപ്പിടിയനായി മാറുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് ഈ കാലഘട്ടത്തിന് യോജിച്ച ആള് തന്നെയാണോ? ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ആളല്ല. അയാൾ ചെയ്യേണ്ടത് നാളെ ഏറ്റവും അടുത്ത നിമിഷം രാജിവെക്കണം MLA സ്ഥാനം, എന്നിട്ട് രാഷ്ട്രീയത്തിൽ നിന്നും മാറണം. അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നെടുത്ത് ദൂരെ എറിയണം, എന്നിട്ട് ആ MLA സ്ഥാനം രാജിവെക്കാൻ പറയണം. ഇത് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പില്ല. കാരണം അത്രയും നെറികെട്ട രീതിയിലാണ്. ഇന്നിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടി പരാതിയുമായി വന്നിരിക്കുന്നു. ഇനി എത്ര പരാതിക്കാർ വരാനുണ്ട്? ഞാനിത് ഇത്രയും രൂക്ഷമായി സംസാരിക്കാനുള്ള കാരണം, ഇന്നലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനവുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ കുറെ കഥകൾ പറഞ്ഞു. ഒരു പയ്യനുമായി, അതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ആ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചത് അതിന്റെ ഓഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. ഇവരൊരു സംഘം ചേർന്ന് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനുമായി ഏതോ ഹോട്ടലിൽ സംഗമിക്കുകയും ആ പയ്യനെ അവസാനം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഒരുപാട് പണം ആ പയ്യന്റെ മാതാപിതാക്കൾ കൊടുത്താണ് ആ കേസ് ഒതുക്കി തീർന്നൊക്കെ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നോട് പറഞ്ഞത്. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി ഏതൊക്കെ കഥകൾ പുറത്തു വരുമെന്ന് അറിയില്ല. പക്ഷേ ഇനി അധികം കഥകൾ വന്നില്ലെങ്കിൽ, കേട്ട കഥകൾ അല്ലെങ്കിൽ കേട്ട സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാരനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യനായി അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട രീതിയിലാണ്. ഏത് സ്ത്രീയെ കണ്ടാലും ഉടനെ ഒരു ആഗ്രഹം പറയുക. എന്നോട് ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, ഈ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു അവരുടെ എന്താണ് പറയാ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ വിവാഹിതയാണ്. അവരെ പരിചയപ്പെട്ടപ്പോഴേ ചോദിച്ചത് നമുക്കൊന്ന് കൂടണ്ടേ. അവർ ശരിക്കും മറുപടി കൊടുത്തു. അപ്പോൾ അതിനുള്ള ഇയാളുടെ മറുപടി, എന്നാൽ നീ യൂത്ത് കോൺഗ്രസിൽ എന്തെങ്കിലും ആകുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതാണ് ഇയാളുടെ സ്വഭാവം. കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാവുന്നത് വളരെ അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ തള്ളിപ്പറയുന്നത്. എനിക്ക് അന്ന് സപ്പോർട്ട് ചെയ്തതിൽ
വേദന തോന്നുന്നത്, വിഷമം തോന്നുന്നത്. ശ്രീ ജോസ് തോമസ്, ഒരുപക്ഷെ എൻ്റെ ഒരു പ്രജുഡിസ് ആയിരിക്കും, എങ്കിലും നമ്മൾ പലപ്പോഴും മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പല പീഡനങ്ങൾ, വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത അത്തരം വിഷയങ്ങളിൽ ഇരകൾക്കൊപ്പം എടുത്ത ചരിത്രം മലയാള സിനിമയ്ക്കില്ല, മലയാള സിനിമ ഇൻഡസ്ട്രിക്കില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രജുഡിസായി എടുത്തു വെച്ചാൽ പോലും അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇഷ്ടം പോലെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്കെതിരെ, മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാക്കന്മാർക്കെതിരെ ഒക്കെ ഉണ്ടാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സമീപനം, അവരുടെ പ്രതികരണങ്ങളെല്ലാം വന്നതിന് ശേഷവും വലിയ പിന്തുണ കൊടുത്തത് സിനിമാ മേഖലയിലുള്ളവരാണ്. ഈ ചടങ്ങുകൾക്ക് പോയും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് ഇരകളെ ധാർമ്മികത പഠിപ്പിക്കാനൊക്കെ നടക്കുകയായിരുന്നു ഈ പലരും. ഇപ്പോൾ രാഹുൽ കാറിൽ പോയത് അതൊരു നടിയുടെ കാറാണ്, ആ നടിയെ കൂടെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും മലയാള സിനിമയിലേക്ക് തന്നെ വന്ന് ചേരുന്നു ഈ പാപഭാരം എന്നുള്ള കാര്യമുണ്ട്. കോൺഗ്രസിനെ സംശയമുള്ള ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ പോലും ആരെങ്കിലുമൊക്കെ തണലൊരുക്കുന്നത് സിനിമയുടെ ലേബലിലാകണോ? അപർണ, രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഏത് മേഖലയിലായാലും അവിടെ മാലിന്യങ്ങളുമുണ്ട്, നല്ലവരുമുണ്ട്. അതാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. ഒരു നടിയുടെ കാറിലാണ് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഇയാൾ പോയത്, ഇയാളെ കൊണ്ടുപോയത് ഒരു നടിയാണ് എന്ന് പറയുമ്പോൾ ലജ്ജാകരമാണ്. അത് സിനിമാ നടിയായി പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സിനിമാ നടികളുണ്ട്. ഒരു സിനിമയിൽ തല കാണിച്ചാൽ പോലും സിനിമാ നടിയായി, അല്ലെ നടനായി. അതുകൊണ്ട് ഇവരെല്ലാം സിനിമയുടെ ലേബലിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ രംഗം നാണക്കേടിൽപ്പെടുന്നു. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനകത്തൊരു നല്ല നിലപാടാണ് ആദ്യം തന്നെ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കാൻ ഒരു കാരണം, ഇപ്പോൾ വെളിയിൽ വന്ന പരാതികളെക്കാൾ കൂടുതൽ പരാതികൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, നേരിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത്, കോൺഗ്രസിലെ തന്നെ ഒരു നേതാവ് VD സതീശന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടി ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ മറ്റൊരു ജാതിയാണ്, ഞാൻ നായരാണ്, അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആ കുട്ടി മാനസികമായി തകർന്നു. അവളുടെ ഒരു ട്രോമ കണ്ടിട്ട് ആ അച്ഛൻ, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവാണ്, VD സതീശന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞെന്നാണ് എന്നോട് ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്. അപ്പൊ VD സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കൃത്യമായ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇയാളൊരു വെറും വെറിയനാണെന്നും ആരോടും ആത്മാർത്ഥതയില്ലാത്ത ആളാണെന്നും കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഇൻസിഡന്റിലെയൊക്കെ. കാരണം ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല, സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ നേതാവായാലും സിനിമാ നടനായാലും സിനിമാ നടിയായാലും ഇത്തരം വൃത്തികെട്ട ജന്മങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ഈ സമൂഹത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നവർ എടുക്കേണ്ട ചില നിലപാടുകളാണ്. ഇങ്ങനെയുള്ള നിലപാടുകൾ ശക്തമായി എടുത്തുകൊണ്ട് ഇത്തരക്കാരെ മാറ്റി നിർത്തണം, അകറ്റി നിർത്തണം. ഇവരുടെ തനിനിറം ഈ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം. അപ്പൊ അപർണ പറഞ്ഞു, സിനിമയില് ഇരകൾക്കൊപ്പം ആര് നിൽക്കുന്നില്ല എന്നൊരു എന്താണ് അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇരകൾക്കൊപ്പം ഉണ്ട്. പക്ഷേ ഈ വേട്ടക്കാരൻ എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ശരിക്കും അവർ വേട്ടക്കാരാണോ, അവരതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കേസ് വന്ന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ നമ്മളത് കണ്ടെത്തുക. അതിനു മുമ്പ് ചില കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ചിലരെ വേട്ടക്കാരാക്കുമ്പോഴാണ് അവർക്ക് അനുകൂലമായിട്ട് ചിലർ സംസാരിച്ചു പോകുന്നത്. അതായത് എല്ലാ കാലത്തും സിനിമാ രംഗത്തായാലും ഏത് മേഖലയിലായാലും ഇരകൾക്കൊപ്പമാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ ഈ ഇരകൾ തന്നെ ഇത് യാഥാർത്ഥ്യബോധത്തോടെയാണോ പറയുന്നത്, അതോ കൊടുക്കാൻ വേണ്ടി പറയുന്നതാണോ? അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഞാൻ തിരികെ വരാം ശ്രീ ജോസ് തോമസ്. അത് മറ്റൊരു ഡിബേറ്റബിൾ വിഷയമാണ്. ഹേമ കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവന്ന കേസുകൾക്ക് വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഈ വേട്ടക്കാരെയൊക്കെ എളുപ്പത്തിൽ ജനനായകന്മാരും സൂപ്പർ താരങ്ങളും വരെ ആക്കാൻ കഴിയുന്ന മേഖലയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ന്യായീകരിച്ച് നിൽക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പിന്തുണ കൊടുത്തവരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പിന്തുണ കൊടുത്ത ചില ആ പേരുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വേണം ഒരുപക്ഷെ ഈ ചർച്ച ചെയ്യാൻ. കാരണം അങ്ങനെ ആ പിന്തുണ കൊടുത്ത സമയത്ത് എത്ര പുതിയ ഇരകൾ ഇതിനകത്ത് വന്നുപെട്ടു. അപ്പുറത്ത് നിൽക്കുന്ന അതിജീവിതകളെ ഏത് തരത്തിലാണ്
ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയത് ഈ പിന്തുണക്കാരൊക്കെ അവരുടെ ഇമേജ് ഏത് തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ള വലിയ വിഷയമൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നും വീഡിയോയിൽ കൊടുത്ത അതിജീവിതരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നടക്കം രാഹുൽ ഈശ്വർ അടക്കം ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല, ഈ പരസ്യ പിന്തുണ കൊടുത്തവരെ പോലും പ്രതിക്കൂട്ടിലാണ് നിർത്തേണ്ടത് അല്ലേ? ഇത് ഇപ്പം ഈ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ നിരന്തരം ഇത്തരത്തിൽ അതിജീവിതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ വളരെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന വിധം, അല്ലെങ്കിൽ ഇനി മറ്റൊരാൾ അത് പറയാതിരിക്കാൻ പറ്റുന്ന വിധം ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് നടത്തുന്ന സൈബർ ബുള്ളിയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പർട്ടിക്കുലർ വിഷയം എടുത്താൽ, ഇപ്പോൾ ആദ്യം ആരോപണം വരുന്ന സമയത്ത് തന്നെ ഇതിലെ അതിജീവിതയായിട്ടുള്ള വ്യക്തിയുടെ പോസ്റ്റ് അവർക്ക് മിണ്ടാൻ പറ്റാത്ത വിധം അവരെ പുറകെ നടന്ന് സൈബർ ബുള്ളിയിങ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഉയർന്ന നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ 4000 പേരടങ്ങുന്ന ഏതോ ഗ്രൂപ്പ് തനിക്ക് നേരെ അത്തരത്തിലൊരു ബുള്ളിയിങ് ഉണ്ട് എന്ന് പറയുന്നത് അടക്കം നമ്മൾ കാണുന്ന ഒരു സാഹചര്യം, കേൾക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ അകത്ത് അതിജീവിതയായിട്ട് നിൽക്കുന്ന ആള് വ്യക്തിപരമായിട്ട് അവരവർ അതിജീവിത എന്ന് പറയുന്നത് എത്ര കണ്ട് അത് വളരെ കൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരാള് നിലവിലെ സാഹചര്യം, ഈ പറയുന്ന സൈബർ ബുള്ളിയിങ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്ന ആള്, നമ്മൾ സൂര്യനെല്ലി കേസ് അടക്കം എടുത്ത് പരിശോധിച്ചാൽ ആരോപണം, ഈ പറയുന്ന തനിക്ക് നേരെ സംഭവിച്ച അനീതിയെക്കുറിച്ച് പുറത്തു പറയുന്ന വ്യക്തികളെ, പെൺകുട്ടികളെ, സ്ത്രീകളെ ഒക്കെ ഏത് വിധത്തിലാണ് ഈ സമൂഹം, ഈ സൊസൈറ്റി എങ്ങനെയാണ് അവരോട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നിരന്തരമായ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആ ഉദാഹരണങ്ങൾക്കകത്ത് നമുക്ക് അത് സ്ഥലപ്പേരുകളായി മാറും. നമുക്ക് ഈ പറയുന്നത്, ഇത് പേര് പറയാൻ ഈ പറയുന്ന സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പുറത്താണ് പേര്, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് നിയമം അനുശാസിക്കുന്നത്. ബൽക്കിസ് ബാനുവിനെ പോലെയുള്ള വ്യക്തികൾ വന്ന് നിന്നിട്ട് മറയ്ക്കേണ്ടത് എൻ്റെ മുഖമല്ല, മറയ്ക്കേണ്ടത് കൾപ്രിറ്റിൻ്റെ മുഖമാണ് എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് വന്ന് നിൽക്കുവാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഇത്തരത്തിൽ നിരന്തരമായിട്ട് അവരുടെ കുടുംബങ്ങളെ, അവർക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ, അവർ പുറത്തു വന്ന് നിൽക്കുന്ന ഈ പറയുന്ന സ്ത്രീകളെ വ്യക്തിപരമായിട്ട് മാനസികമായിട്ട് ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് പിന്നോട്ട്, വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി, ഉപദ്രവിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ പൊതുധാരയിൽ ഉണ്ടാകുമെന്നും മാറി നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒളിച്ചിരിക്കേണ്ടതും ഒക്കെ ഈ പറയുന്ന ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന മനഃശാസ്ത്രമാണ് പറയുന്ന ബുള്ളിയിങ്ങിൻ്റെ ഒക്കെ പിന്നിലുള്ളത്. അപ്പോൾ അതിനെയാണ് നിയമം തടയുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടു, ഇപ്പോൾ ജയിലിലൊക്കെ ആയിട്ടുള്ള ആളടക്കം നിരന്തരമായി ഈ ചർച്ചകൾക്കകത്ത് വന്ന് നിന്ന് അവർക്കൊരു വേർഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉപദ്രവിച്ച ആളുകൾക്ക് വെർഷൻ, ഇത് ഞാൻ കേസ് നടത്തുന്ന ആളുകളാണ് നമ്മൾ, അതിൽ വന്ന് നിന്നിട്ട് നമ്മൾ ഇന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 161-ലോ 164-ലോ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലോ ഒക്കെ അടക്കം വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്നത് നിയമം സമ്മതിക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ഒരാളെ ന്യായീകരിക്കാൻ, അയാളുടെ സപ്പോർട്ടേഴ്സ് ആണ് എന്ന് പറയുന്ന ആളുകൾ അയാൾ തന്നെയായിരിക്കും. നമുക്ക് ഇതൊരു ഈസി വേ ആണ് ഡിഫൻസിന് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇനി ഒരാൾ പറഞ്ഞു അയാളുടെ അവസ്ഥ ഇതാണ്, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും അവസ്ഥ ഇതാണ് എന്ന് തോന്നിപ്പിക്കുന്ന, തീർച്ചയായും ത്രെട്ടണിങ് ആണ് ഈ ചെയ്യുന്നത്. IPC-യിൽ ത്രെട്ടണിങ്ങിന് നേരത്തെ വകുപ്പുണ്ടായിരുന്നു, VNS-ലും ത്രെട്ടണിങ്ങിന് വകുപ്പുണ്ട്. ഈ ത്രെട്ടണിങ് ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻറ്റിമിഡേഷൻ ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒഫൻസുകൾ അടക്കം ഇട്ടുകൊണ്ട് ഈ പറയുന്ന ഭീഷണിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയമം മുന്നോട്ട് പോകണം. കാരണം ഇത് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഏത് അവസാന നിമിഷം വരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ നേരത്തെ ഇദ്ദേഹം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ അത്തരം സാധ്യതകളുണ്ട്. അതല്ലാതെ വിക്റ്റിമായിട്ടുള്ള ആളിനെ, സർവൈവറായിട്ടുള്ള ആളിനെ, ആ ആളിനെ അസാസിനേറ്റ് ചെയ്തുകൊണ്ടാണ്, ആ ആളിനെ അബ്യൂസ് ചെയ്തുകൊണ്ടാണ്, ആ ആളിനെ ടോർച്ചർ ചെയ്തുകൊണ്ടാണ്, ആ ആളിനെ ഹരാസ് ചെയ്തുകൊണ്ടാണ്
കൊണ്ടാണ് ഈ പറയുന്ന കാര്യം സംസാരിക്കുന്നത് എന്നതാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏത് കേസിലും, അത് മലയാള സിനിമയിൽ മാത്രമല്ല. ഇപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് കുറേ പേര് പട എന്നാണല്ലോ, ചാവേറുകളെ പോലെ കുറേ പേര് വരുവാണ്. ഇവർ നിന്നിട്ട് പണ്ട് നമുക്ക് വഴിയിൽ മാത്രം നമ്മളിത് ഫേസ് ചെയ്താൽ മതി. ഇത് സോഷ്യൽ മീഡിയ കവലകളിൽ എവിടെ നിന്നും ഇത് ആക്രമണം വരാം. എന്ത് വിഷയം സംസാരിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കൂ, എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരും. ഇത് എവിടെ നിന്നാണെന്നറിയില്ല, കടന്നൽ പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ആളുകൾ വന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഇനി മിണ്ടണ്ടായെന്ന്. ഇതാണല്ലോ ഇക്കാലം അത്രയും സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത്. ഇക്കാലം അത്രയും മനുഷ്യരും മിണ്ടാതിരുന്നത്. ഇപ്പം എപ്പോഴും പറയും ഇതെല്ലാം ലോ മിസ്യൂസ് ചെയ്യുവാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. ഈ പറയുന്ന ഭയം, ഈ പറയുന്ന സോഷ്യൽ സ്റ്റിഗ്മ, ഇതെല്ലാം കൊണ്ട് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചും മിണ്ടാതിരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ നൂറുകണക്കിനായ മനുഷ്യരുള്ളത്. ആ മനുഷ്യരോട് നീയൊക്കെ മിണ്ടിയാൽ ഇതാണ് അവസ്ഥ എന്നാണ് ഈ ത്രെട്ടണിങ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മനുഷ്യർ, ഈ നീതി പുലരണമെന്ന് വിചാരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇത്തരം സർവൈവേഴ്സിൻ്റെ ഒപ്പം നിൽക്കുകയും ഇത്തരത്തിൽ നടക്കുന്ന ഈ പറയുന്ന ആക്രമണങ്ങളെ, അത് ആ സർവൈവറോട് ചെയ്ത ഒരു വ്യക്തി ചെയ്തതല്ല, ഈ കൂട്ടത്തോടെ നടത്തുന്നത് കൂടി ചേർത്ത് കൊണ്ട് വേണം ആക്രമണത്തെ അതിനെ കണ്ടിന്യൂഷനായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അത് അയാൾ തന്നെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അയാളോട് ഈ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ചെയ്യാമല്ലോ. അപ്പം അത്തരം ചെയ്തികളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി നമ്മൾ എടുക്കണം. നിയമവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ആളുകൾ ജയിലിലും ഒക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലെ നിയമം കൃത്യമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. അതാണ് സോഷ്യൽ മാറ്റത്തിന് സാഹചര്യം ഒരുക്കുന്ന ഘടകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തിരികെ എത്താം അഡ്വക്കേറ്റ് മായുഷൻ. ദിവ്യ ദിവാകരൻ, ഇട്ട പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് താൻ ഇട്ട പോസ്റ്റിൽ തനിക്ക് പശ്ചാത്താപമുണ്ട് എന്ന് സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. പക്ഷേ ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിൽ ആ പിന്തുണ കൊടുത്ത സിനിമാ മേഖലയിലുള്ള താരങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഖേദക്കുറിപ്പ് ഇറക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫെമിനിസ്റ്റ് ആയില്ലെങ്കിലും ഒരു മിനിമം മനുഷ്യ ജീവിയെങ്കിലും ആകണ്ടേ എന്ന് ചോദിച്ച് ദിവ്യ ഇട്ട പോസ്റ്റിന് 1K കമന്റ് ഉണ്ട്. ഈ 1K കമന്റ് മുഴുവൻ അതിലൊരു 75% ദിവ്യയെ ചീത്ത വിളിക്കുന്ന കമന്റ് ാണ്. അതായത് ഒരു പട ഇറങ്ങി വന്ന് ഈ സന്മാർഗം പഠിപ്പിച്ചുകൊണ്ട് ഇരയ്ക്കെതിരെയും ഇരയ്ക്കൊപ്പം ആര് നിൽക്കുന്നു അവർക്കെതിരെയും ഇനി മിണ്ടാനാവാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടി പോലും കൈവിടുമ്പോൾ മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീരത്നങ്ങൾ ആണല്ലോ ഈ പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സിനിമ ഇൻഡസ്ട്രിക്ക് നാണക്കേടാണല്ലേ? അല്ല, ഇതിപ്പോ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രം വിഷയമല്ല. നമ്മൾ ഏത് അധികാര സിസ്റ്റം ആയാലും, പ്രത്യേകിച്ച് നമുക്ക് പാട്രിയാർക്കിയാണ് നമുക്ക് എടുക്കാം. അത് പാട്രിയാർക്കി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ ഇരകളായ സ്ത്രീകളെ തന്നെ ഏജൻസ് ആക്കിക്കൊണ്ടാണ്. ഈ ഒരു സംവിധാനം, ഈ ഒരു ദുഷിച്ച സംവിധാനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഏജൻസ് എന്ന് പറയുന്നതും ഇരകൾ എന്ന് പറയുന്നതും സ്ത്രീകൾ തന്നെയാണ്. അതിപ്പോ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മൾ കുടുംബ വ്യവസ്ഥയിൽ പെൺകുട്ടി അടക്കം ഒതുക്കവും പഠിപ്പിക്കുന്നത് അമ്മയിലൂടെ ആണല്ലോ. അച്ഛനേക്കാൾ കൂടുതൽ അമ്മയാണ് പെൺകുട്ടിയെ ഈ പറഞ്ഞ സന്മാർഗം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കൂടുതൽ അമ്മയാണ്. ഇതേപോലെ സമൂഹത്തിൽ ഏത് സംവിധാനം നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അതിന് സിനിമയായാലും പൊളിറ്റിക്സ് ആയാലും സ്ത്രീയെ തന്നെ ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ സീമാജി നായർ ലൈവ് വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്തതും, ഈ തന്വിയും അനുശ്രീയും ഒക്കെ അയാൾക്ക് എല്ലാവിധ ഒളിച്ചോടാൻ വരെയുള്ള സംവിധാനം വരെ ചെയ്തു കൊടുക്കുന്നതിലൊന്നും നമുക്കിതിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ എന്നൊന്നും ചിന്തിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സപ്പോസ് ബ്രിട്ടീഷുകാരോട് ഭരിച്ചിരുന്നവർ പോലും ഇന്ത്യക്കാരെ തന്നെ, ഇരകളായ ഇന്ത്യക്കാരെ തന്നെ ഏജൻസായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സംവിധാനം ഇവിടെ നിലനിന്നത്. അല്ല, ബ്രിട്ടീഷുകാർ കുറച്ച് എണ്ണത്തിൽ കുറഞ്ഞ ബ്രിട്ടീഷുകാർ മാത്രമായിട്ട് ഇത്രയും വലിയ ജനവിഭാഗത്തെ ഭരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. ഒരു 50% കൂടുതൽ ഇന്ത്യക്കാരെ അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും അവരെ ടൂളായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സംവിധാനം ഇത്രയും വർഷം ഇവിടെ നിലനിന്നത്. അത് ഏത് അധികാര സംവിധാനവും അങ്ങനെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ സീമാജി നായർ, ഈ പറഞ്ഞ തൻവിയും, ഈ പറഞ്ഞ അനുശ്രീയും ഒക്കെ ഇതുപോലെ ഉപയോഗിക്കപ്പെടുന്ന ടൂൾസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ വിമർശിക്കുന്നു, തീർച്ചയായിട്ടും അവരെ വ്യക്തിപരമായി വിമർശിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പറച്ചിലുണ്ടല്ലോ, സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്നൊക്കെ പറയുന്ന അത്തരം പിന്തിരിപ്പൻ ഡയലോഗുകൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പുരുഷാധിപത്യ സംവിധാനം സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട്
ഈ സംവിധാനത്തെ ഭംഗിയായി നിലനിർത്തുന്നു എന്നുള്ളത് മാത്രം. നമ്മൾ അതിന്റെ പൊളിറ്റിക്സ് ആണ് നോക്കേണ്ടത്. അതിന്റെ പിന്നിലുള്ള കളികളാണ് നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മൾ വിമർശിക്കേണ്ടത് ഈ പുരുഷാധിപത്യത്തെയും പുരുഷൻ സ്ത്രീയെ ലൈംഗിക വസ്തുവായി ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ചൂഷണം ചെയ്തതിനു ശേഷം വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന ഇതിനെ തന്നെയാണ് നമ്മൾ കൂടുതൽ വിമർശിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ പർട്ടിക്കുലർ സ്ത്രീകളെ ടാർഗറ്റ് വിമർശിക്കേണ്ടതുണ്ട്. കാരണം അവര് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ അവരുടെ ഒരുപക്ഷെ സാമ്പത്തിക ലാഭത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അവരെ വിമർശിക്കാൻ തന്നെ വേണം. പക്ഷെ അതല്ല മെയിൻ പ്രശ്നം, അതല്ല എന്നുള്ളതും ഇവിടെ നിലനിൽക്കുന്ന പുരുഷൻ എന്നുള്ള ചൂഷകൻ തന്നെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ഇപ്പം സ്ത്രീ ആയിട്ടല്ലോ, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നവരാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ. മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാക്കന്മാർ പോലും എടുക്കാത്തൊരു നിലപാടൊക്കെ ഇവർ വളരെ പബ്ലിക്കായിട്ട് എടുക്കുന്നത് ഒരു പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരുടെ നിലപാടിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു ഗട്ട്സ് ഉണ്ടല്ലോ, അതൊട്ടും ആശാസ്യകരമായ ഒന്നായിരുന്നില്ല. അല്ല, അത് ആശാസ്യകരമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇൻഡിവിജ്വലി അവരെ വിമർശിക്കപ്പെടുക തന്നെ വേണം. ഒരു പക്ഷെ അയാൾക്ക് പെട്ടെന്ന് വിലക്കെടുക്കാൻ പറ്റുന്നത് ഇവരെയായിരുന്നിരിക്കാം. പൊളിറ്റിക്സിലുള്ള സ്ത്രീകൾ കുറെ കൂടി കരുത്തുള്ളവരാണ്, കുറെ കൂടി അവർക്ക് നിലപാടുകളുണ്ട്, കുറെ കൂടി അവർ ഈ സംഭവം ഇയാളുടെ ക്യാരക്ടർ കുറച്ചുകൂടി പഠിച്ചവരായിരിക്കും. പ്രത്യേകിച്ച് ആ പാർട്ടിയിൽ തന്നെയുള്ള സ്ത്രീകള് ഒരുപാട് പേർക്ക് ഇത്തരം ഇയാളിൽ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇയാൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് പിന്നിൽ ആ സ്ത്രീകൾക്ക് വ്യക്തമായ കാരണമുണ്ട്. അതേ ഇയാൾ ഉദ്ദേശിച്ച പോലെ വിലക്കെടുക്കാൻ, പാർട്ടിയിലെ സ്ത്രീകളെ വിലക്കെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ സിനിമയിൽ സിനിമയിൽ ഇപ്പൊ എല്ലാ നടിമാരെയൊക്കെ വിലക്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഈ 2-3 പേരെ മാത്രമല്ലേ പറ്റിയിട്ടുള്ളൂ. അപ്പം അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളോ മറ്റ് രീതിയിലുള്ള പേഴ്സണൽ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് അയാൾക്ക് പെട്ടെന്ന് റീച്ചബിൾ ആയിട്ടുള്ള 3 പേരെ അയാൾ പിടിച്ചെടുത്ത് അയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനുള്ള ഏജൻസ് ആക്കി വെച്ചു. ഇതാണ് അതിന്റെ സത്യം. ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ത് ലാഭമാണ് അയാൾക്കുള്ളത്? സാമ്പത്തിക ലാഭം വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അയാൾ ഇങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്? അതെന്തുകൊണ്ടാണ്? ഇപ്പൊ അയാളിപ്പോ ഒരു സ്ത്രീ ആയിട്ടല്ലല്ലോ, അയാൾ സിനിമാ ഫീൽഡിൽ ഷൈൻ ചെയ്യുന്ന ഒരു നടനായിട്ടോ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. പക്ഷെ വാട്ടെവർ, ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ നല്ലൊരു രീതിയിൽ തന്നെ ഈ ഒരു വിഭാഗം ഭയന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പിന്നെ ആരും ലൈവുമായിട്ട് വരികയോ തലമുക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പോ. എല്ലാവരും ഒന്ന് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ രാഹുൽ ഈശ്വറിന് മാത്രമല്ല 10-20ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ഈ അതിജീവിതയ്ക്ക് എതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള ആൾക്കാരെ. അപ്പൊ ഇതൊരു നല്ല സൂചന തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വളരെ നല്ലൊരു നടപടിയാണ് തന്നെ പറയണം. കാരണം തുടക്കത്തിലല്ല, കുറെ ദിവസമായിട്ട് ആ കുട്ടി ആക്രമണം നേരിട്ടു, അതിൽ വേറൊരു വശം. എന്നാൽ പോലും ഇവരെയൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ഒരു നല്ല നടപടിയായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകണം. ഇങ്ങനെ തോന്നിയ മാതിരി ഇത്രയും ക്രൂരമായ ഒരു പീഡനത്തിലൂടെ കടന്നുപോയ, ശാരീരികമായും മാനസികമായിട്ടും തകർന്നു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇനി ആർക്കും ഉണ്ടാകരുത്. അത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോട് കൂടി ഇനി മറ്റ് 10-20 പേരെ വേറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടു. അപ്പം അത്തരം നടപടികളിലൂടെ ഇതിനൊരു തടയിടാൻ സർക്കാരിന് കഴിയണം. അതൊരു വളരെ ശരി, ഞാൻ തിരികെ എത്താം. ദിവ്യ, അജു മുണ്ടിയാക്കൽ, കോൺഗ്രസ് സഹയാത്രികൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞ പോലെ വലിയ പിന്തുണയുമായി എത്തിയവരൊക്കെ എവിടെ പോയെന്നൊരു ചോദ്യമുണ്ട്. ഇട്ട 3 വീഡിയോയിൽ തനിക്ക് പശ്ചാത്താപമുണ്ട് എന്നാണ് ശ്രീ ജോസ് തോമസ് ഈ ചർച്ച തുടങ്ങുമ്പോൾ പറയുന്നത്. അതിനുശേഷം ലൈവ് ഇട്ട പലരുമുണ്ട്, കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപം പ്രകടിപ്പിച്ചു കണ്ടില്ല. ദിവ്യ പറഞ്ഞതുപോലെ അതിൽ സാമ്പത്തിക ലാഭം കൊണ്ട് ചെയ്തതാണോ, അവരെ വിലക്കെടുത്തതാണോ എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. ഇവരെയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ 6 ദിവസവും ഒരു MLAക്ക് ഒളിവിൽ കഴിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിലും ശക്തനായിട്ടുള്ള മറ്റൊരു തണലുണ്ടാകണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പരാതി കുമിഞ്ഞു കൂടുമ്പോൾ, കോൺഗ്രസ് പാർട്ടി ഇത്രയും പ്രതിരോധത്തിലാകുമ്പോൾ എങ്ങനെയാണ് ഒളിച്ചിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടേക്കായിരിക്കും നൽകുക?
ഒന്നാമത്തെ കാര്യം ജോസ് തോമസ് എന്നല്ല, സാമാന്യ ബോധമുള്ള ആർക്കും ആദ്യം തന്നെ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ല എന്ന് സാമാന്യ യുക്തിയോടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കും. കാരണം ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അലിഗേഷൻസ് എല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ മുമ്പ് ഇവിടെ പരാമർശിച്ചതുപോലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കൊടുക്കുന്നതിലും അപ്പുറം പ്രൊട്ടക്ഷൻ ചില നടിമാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് നമ്മൾ റെലവെന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. കാരണം ഇത്തരത്തിലൊരു അലിഗേഷൻ തങ്ങളുടെ കൂടെയുള്ള ആകെ 10, 21, 22 MLA മാത്രമേ UDF സൈഡിലുള്ളൂ. ആ സമയത്ത് അത്തരത്തിലൊരു MLA എതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അയാൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്, ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പോയ ശേഷം മാത്രമാണ് വി ഡി സതീശൻ അവിടെ എത്തുന്നത്. അത് ഏത് തരത്തിൽ പിന്നീട് വളച്ചൊടിക്കപ്പെട്ടെങ്കിലും ഏത് തരത്തിൽ പറയപ്പെട്ടെങ്കിലും ഒക്കെ അതായിരുന്നു വസ്തുത. അന്ന് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടം പോകുന്നതും വരെ അദ്ദേഹം കാത്തിരുന്നു. അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ പോലെ ഒരാള്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതാവായിട്ടുള്ള വി ഡി സതീശനെ പോലെ ഒരാള് പോലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വേദി പങ്കിടുവാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ചില നടിമാർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഒരു കേസ് വരുന്നു, അല്ലെങ്കിൽ 2 കേസ് വരുന്നു, അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്നു ഒക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് സർവ്വസാധാരണമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല, ചില രീതിയിലുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നു. അതിലൊക്കെ ചില വസ്തുതകൾ ഉണ്ട് എന്ന് സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇയാളെ എന്തിന് നടിമാർ പ്രൊട്ടക്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആരെയും ഫണ്ട് ചെയ്ത് തീർത്തിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ട്രോഫി ഷാഫി പറമ്പിൽ കൊടുക്കുക, അതിന്റെ പുറകിലെ അജണ്ട ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, അതിന്റെ പുറകിലെ അജണ്ട എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഫണ്ട് ചെയ്യുന്നൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ കാര്യങ്ങൾ, ഈ സമാധിനെ പോലും ന്യായീകരിച്ച വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഞാൻ അത്യാവശ്യം മെൻസ് റൈറ്റ് ആക്ടിവിസം പറയുന്ന ഒരാളാണ്. ഇവിടെ പുരുഷന്മാര് അടിച്ചാക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. ആ ഒരാൾക്ക് പോലും ദഹിക്കാവുന്നതിന് അപ്പുറമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതേസമയം ഞാൻ എതിർക്കുന്നത് ഇവിടെ ഇപ്പം നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ അധ്യാപകയായിട്ടുള്ള ദിവ്യ, എനിക്ക് പേര് ദിവ്യ എന്ന് പറയുന്ന ആള് നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പുരുഷന്മാർ ചെയ്യുന്നത് മൊത്തം പുരുഷന്മാരുടെ തലയിലും ആരെങ്കിലും ഒരാൾ ചെയ്താൽ, എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ്, ഒരാൾ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം പുരുഷ സമൂഹത്തിന് മേലും, നടിമാർ ചെയ്ത 2 നടിമാർ. എന്തുകൊണ്ട്? പുരുഷൻ ചെയ്താൽ, രാഹുൽ മാങ്കൂട്ടം ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഉത്തരവാദി. അതേസമയം മറ്റൊരു വനിത ചെയ്താൽ ആ വനിത മാത്രമാണ് ഉത്തരവാദി. അതൊരു സമൂഹത്തിന്റെ മേൽ അടിച്ചു വെക്കാനായിട്ടുള്ള ശ്രമം ഒരു തരത്തിലും അനുവദിക്കാവുന്നതല്ല. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു സാധാരണ MLA മാത്രമായിരുന്നു, ഒരു സെലിബ്രിറ്റി MLA ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, പ്രായമായവർ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ റീൽസിലൊക്കെ നിറഞ്ഞാടി നിന്നിരുന്നവരാണ്. അത്തരത്തിലൊരാൾ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയിട്ട് ഇത്ര ദിവസമായിട്ടും പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് നമ്പർ 1 പോലീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? കൺമുമ്പിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് എസ്കേപ്പ് ആകുവാനായിട്ടും അയാളെ ഇത്രയും ദിവസമായിട്ട് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കേരള പോലീസിന്റെ മിസ്റ്റേക്കാണ്. ആര് പ്രൊട്ടക്ട് ചെയ്താലും പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിലും നമ്പർ 1 പോലീസ് എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്, കേരള പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കേരള പോലീസിനേക്കാളും കേരളത്തിലെ എൻറ്റയർ സിസ്റ്റത്തെക്കാളും ആഭ്യന്തര വകുപ്പിനേക്കാളും ഒക്കെ മിടുക്കനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം കേരള പോലീസിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ നടിമാരായാലും രാഹുൽ മാങ്കൂട്ടം ഒക്കെ ആയാലും എന്ത് ബെനിഫിറ്റിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഈ ആളെ ഒന്ന് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എൻറ്റയർ പാർട്ടി പോലും, കോൺഗ്രസ് പാർട്ടി നിങ്ങൾ നോക്കൂ, ആദ്യം തൊട്ട് ആ പാർട്ടി ആ നിമിഷം തൊട്ട് ഇയാളെ എതിർത്ത് പറയുകയാണ്, ഇയാളെ ഒപ്പോസ് ചെയ്യാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ട സമയത്ത് തള്ളി പറയുന്നു, വി ഡി സതീശൻ ഉള്ളത് സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നു. എന്ത് റീസൺ കൊണ്ടായാലും, വാട്ട് എവർ, ഏത് റീസൺ ആയാലും. അല്ല അജു, അതിലൊരു തിരുത്തുണ്ട് അജു, അതിലൊരു തിരുത്തുണ്ട്. കൂടിയാലോചിച്ച് എന്ത് നടപടി ഇനി എടുക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് ഇന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നടപടി എടുത്തില്ലേ എന്നാണ് ചോദിച്ചത്. ഇന്ന് പറയാണ് കൂടിയാലോചിച്ച് ഇനി എന്ത് നടപടി എടുക്കുമെന്ന് ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി എല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞത്.
ഞാൻ ചോദിച്ചോട്ടെ, കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇപ്പം നിയമസഭയിൽ ഇരിക്കുന്ന മറ്റു പല പാർട്ടികളിലും ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്നു, മറ്റു പല പാർട്ടികളിൽ നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ അടക്കം ആരോപണം വന്നിട്ടുണ്ട്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെ ദിവസം അയാൾക്കെതിരെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നടപടി എടുക്കുകയാണ്. കേരളത്തിലെ വേറെ ഏത് പാർട്ടി എടുത്തിട്ടുണ്ട്? അജു, ഈ 6 ദിവസം MLA ആണ്, ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി MLA ആണ്. ഈ സെലിബ്രിറ്റി MLA 6 ദിവസം ഒളിവിൽ എങ്ങനെയാണ് കഴിയുന്നത്? തൻവീറാമോ സീമാജി നായരോ അനുശ്വരയൊക്കെ സഹായിച്ചുകൊണ്ട് ഇത്രയേറെ കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കഴിയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? ഈ സെലിബ്രിറ്റി MLAക്ക് മറ്റ് സെലിബ്രിറ്റി രാഷ്ട്രീയ സുഹൃത്തുക്കളില്ലേ? സെലിബ്രിറ്റി രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരതിന് ഉത്തരവാദിത്തം പറയണം. പക്ഷെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിലും ഇയാളെ ന്യായീകരിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടുമില്ല, ന്യായീകരിച്ചിട്ടുമില്ല. അതൊരു ഡിപ്ലോമാറ്റിക് വേയിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഷാഫി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അയാളുടെ കാര്യം നോക്കിക്കോളും എന്നാ പറഞ്ഞത്. അതായത് കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് റിലേറ്റഡ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഫസ്റ്റ് ഈ കേസിനെ നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് ഇപ്പം കയറുകയാണ്. ഈ ആങ്കറായിട്ടുള്ള അവരിലേക്ക് അറിയാവുന്ന പോലെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച ആളാണ്. അതായത് ഞാൻ ഈ പറയുന്ന മെൻസ് റൈറ്റ് ആക്ടിവിസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പോലും ഞാൻ രാഹുൽ മാങ്കൂട്ടം ഈ കാണിച്ചത് കൊള്ളരുതായ്മയ്ക്കെതിരെ നിന്നാണ്. പക്ഷെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കേസിലെ അപ്രോച്ച് അല്ല അജു, അതൊക്കെ ശ്രമിച്ചാലും അജു അതിനകത്തൊരു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ സിമ്പിൾ ഒരു ലോജിക്ക്. കേരളത്തിൽ എന്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ സ്ഥാനാർത്ഥിയാവുക ആ മുൻ കാൻഡിഡേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തുണ്ടായിരുന്നവരുടെ മകനോ മകളോ ഭാര്യയോ ഒക്കെ ആണല്ലോ. അങ്ങനെ അല്ലാത്ത ഒരു ചരിത്രം ഉണ്ടായത് പാലക്കാടാണ്. ഷാഫി പറമ്പിലിന് പകരം ഷാഫി പറമ്പിലിന്റെ വളരെ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരികയും ആ പ്രചാരണം മുഴുവൻ എങ്ങനെയാണ് നടന്നതെന്ന് കേരളം മുഴുവൻ കാണുകയും ചെയ്തതാണ്. ഇപ്പോഴീ പറഞ്ഞതുപോലെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് അജു വ്യാഖ്യാനിക്കുന്നതാണ്. ഷാഫി തള്ളി പറഞ്ഞിരിക്കുന്നതല്ല, അയാളുടെ കാര്യം നോക്കുന്നത് വളരെ സേഫർ സോണിൽ നിന്നുള്ള മറുപടിയാണ് പറയുന്നത്. 6 ദിവസം ഒരു MLAക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ സ്വാധീനമല്ലാതെ പിന്നെ ഏത് ബലത്തിലായിരിക്കും? സിനിമാക്കാർ വിചാരിച്ചാലാണോ ഇങ്ങനെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയുക? 6 ദിവസം ഷാഫി പറമ്പിൽ പിന്തുണച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത്? തൻവീറാമോ അനുശ്രീയോ അല്ലെങ്കിൽ സീമാജി നായരോ പിന്തുണച്ചിട്ടായിരിക്കുമോ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നുണ്ടാവുക? തൻവീര വണ്ടിയും കൊണ്ട് പോയി എന്ന ആരോപണം നടക്കുന്നത് എത്രമാത്രം ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല, ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾ എന്ത് കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ഷാഫി പറമ്പിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. ഷാഫി പറമ്പിൽ ഇതിൽ ഡയറക്ട്ലി ഇതുവരെ ഇൻവോൾവ് ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ല. അജു, CPM-കാരാണ് ഇനിയിപ്പോ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായം കൊടുക്കുന്നതെന്ന് പറയില്ലല്ലോ അല്ലെ? അത്തരത്തിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, കേരള പോലീസിൽ കഴിവില്ലാത്തത് പിടിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രാഹുൽ മാങ്കൂട്ടം ഒളിച്ചു താമസിക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടം മാറി നിന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. പിന്നെ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ എത്തരത്തിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നത്? പാലക്കാട് മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് തൊട്ട് ഈ രാഹുലിന്റെ ബാക്കപ്പ് എന്താണ്? VD സതീശൻ വരെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എന്താണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കപ്പ്? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഈ രീതിയിൽ പോസ്റ്റ് ഇടുന്നവരെ ആക്രമിക്കാൻ, സൈബർ കടന്നലുകളെ ഇറക്കാനും, ഈ രീതിയിൽ ഒളിച്ചിരിക്കാനും, ഒളിവിലിരുന്ന് കോടതിയിലെത്തി തെളിവ് കൊടുക്കാനും കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ 6 ദിവസം ഒരു MLAക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നത് എന്ത് ബാക്കപ്പിലാണ്? പിന്നെ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അയാളെ എടുത്ത് ചൂണ്ടി വെളിയിൽ കാണിക്കാനുള്ള ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കണം. അത്തരത്തിൽ ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലാതെ ഷാഫി പറമ്പിൽ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആരാണോ ഒളിപ്പിക്കുന്നത് അയാളെ എടുത്തു കാണിക്കണമെന്നേ. നമ്മൾ ആരോപണങ്ങൾ പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഈ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഷാഫി പറമ്പിലെ റെസ്പോൺസിബിലിറ്റി എടുത്ത് വെളിയിൽ കാണിക്കണം. ചുമ്മാ ഷാഫി പറമ്പിലെ വിമർശിച്ചിട്ട് കാര്യമില്ലോ. കേരള പോലീസ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന സംവിധാനമല്ലേ. ഇയാളെ പിടിക്കാത്ത രീതിയിൽ ഷാഫി പറമ്പിൽ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ രാഷ്ട്രീയപരമായ അജു, ഒറ്റ ചോദ്യം. രാഹുൽ എത്ര ദിവസം ഒളിവിൽ കഴിയുമ്പോൾ അത് കേരള പോലീസിനല്ല, അത് പ്രതിരോധത്തിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തതാണോ?
അതാണ് എനിക്ക് വേണ്ടത്. അപ്പോ രാഹുൽ മാങ്കൂട്ടം പിടിക്കാതിരിക്കപ്പെടുന്ന സത്യത്തിൽ അപകടം ചെയ്യുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകില്ല. ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ പറയില്ല. കാരണം ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള, ഏറ്റവും ബുദ്ധിശൂന്യമായിട്ടുള്ള തീരുമാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ. ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയേറെ ബുദ്ധിയുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ നല്ല രീതിയിൽ ചിന്തിച്ച് പൊളിറ്റിക്സിൽ മുന്നോട്ട് പോകുന്ന ഒരു ലീഡർ ഒരിക്കലും ഇയാളുടെ ഒളിവിൽ പോകാൻ പറയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി അത്ര അടച്ച് മുൻകൂർ ജാമ്യം ഒന്നും എടുക്കണ്ട. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കെതിരെ കേസുണ്ട്, അറിയാലോ. അടച്ച എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കൊന്നും വേണ്ട ഈ വിഷയത്തിനകത്ത്. അതല്ല കഥ. അല്ല, ഈ പറഞ്ഞ വ്യക്തികളുടെ സ്റ്റാൻഡ് എടുക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇയാളെ ഏറ്റെടുത്തിട്ടില്ല. ഇയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ബെസ്റ്റ് കാര്യം പറഞ്ഞു, ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾക്കാനായി. അയാളെ പറ്റി സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അയാൾ കോൺഗ്രസ് പാർട്ടി നിലവിലില്ല. പിന്നെ ഏതെങ്കിലും വ്യക്തികളൊക്കെ അയാളെ ഡിഫെൻഡ് ചെയ്യുന്ന ആ വ്യക്തികളുടെ കാര്യമാണ് ഈ പറഞ്ഞ. എനിക്ക് ഈ സന്ദീപ് വാര്യരായ പോലും കോൺഗ്രസിന്റെ MLA ആണ്. അതിന് വ്യക്തിപരമായിട്ടുള്ള നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് ജനങ്ങൾക്ക് കൂടി ദഹിക്കണമെന്നല്ല. ഇതിന്റെ ഫുള്ള് ബ്ലെയിം ഷാഫിയുടെ കൊടുക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിലാണ് ഞാൻ അപ്രോച്ച്. ഇയാളെ പിടിക്കാൻ സാധിക്കില്ല, കേരള പോലീസിന്റെ കഴിവുകളാണ്. ഞാൻ തിരികെത്താം. ശ്രീ ജോസ് തോമസ്, മലയാള സിനിമയെ തന്നെയാണ് നേരത്തെ ഞാൻ പഴി പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഇത്രയും ഒരു സെലിബ്രിറ്റി MLA 6 ദിവസം ഒളിവിൽ ഇരുത്താൻ മാത്രം ഉള്ള സ്വാധീനം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഈ നടിമാർക്ക് ഉണ്ട് എന്ന് തൽക്കാലം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വാഭാവികമായിട്ടും വലിയ പിന്തുണയുണ്ട്. നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ആരെയാണ് വിലക്കെടുക്കാൻ കഴിയുന്നത്? എളുപ്പത്തിൽ വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക മലയാള സിനിമയിലെ ഭാഗമായിട്ടുള്ള ഈ ആൾക്കാരെ ആയിരിക്കും. പക്ഷെ ഈ പഴി സിനിമാ മേഖലയുടെ തലയിൽ കൂടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ സീമാജി നായരെയൊക്കെ ഇയാൾ വിലക്കെടുത്തു എന്ന് പറയുന്നത് എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം സീമാജി നായര് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അയാളെ പരിചയം പോലുമില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അന്ന് പരാതി ഉണ്ടായിരുന്നില്ല. അന്ന് ആരുടെയും പരാതി ഉണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമായിരുന്നു. അപ്പോഴാണ് ഞാൻ സംരക്ഷിച്ചെന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ ശ്രീ അജു പറഞ്ഞു, ഷാഫി പറമ്പിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അയാളുടെ കാര്യം നോക്കുമെന്നല്ലോ. ഇപ്പോ രാജ്ഭവൻ ഉണ്ണിത്താൻ എന്താണ് പറഞ്ഞത്? VD സതീശൻ എന്താണ് പറഞ്ഞത്? K മുരളീധരൻ എന്താണ് പറഞ്ഞത്? അവരൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇതിനെ അപലപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഷാഫി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാലക്കാട് ഇയാൾ മത്സരിച്ചത് എങ്ങനെയാണ്? ഷാഫിയുടെ ഒറ്റ പിടിവാച്ചിയിലാണ്. അത് അജു ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ് ഷാഫി അന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതായത് കേരളം എന്നും നിറഞ്ഞു നിന്നിരുന്ന സമര സാന്നിധ്യമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണമില്ല. അപ്പോ ഇത്തരത്തിൽ ആരോപണമുള്ള സമയത്താണ് പറയുന്നതെങ്കിൽ ഷാഫി ഈ പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം. പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ഫ്യൂച്ചർ മുന്നോട്ട് കണ്ട് പൊളിറ്റിക്സ് മുന്നോട്ട് നീങ്ങുന്ന ഒരാളാണെന്നും, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഭയങ്കര ക്രൂക്കഡായിട്ട് പൊളിറ്റിക്സ് കളിക്കുന്ന ആളാണെന്നും ഒക്കെ ഇവിടെ പലരും പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾ ഒരു അപകടം മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം പിന്നീട് വരുമെന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു സീറ്റ് മേടിച്ചു കൊടുക്കുവോ? അല്ലെങ്കിൽ രാഹുൽ ഇത്തരത്തിലൊരു പ്രശ്നമുള്ള ആളാണെന്നും ഇത്തരത്തിലൊരു കുഴപ്പക്കാരനാണെന്നും ഷാഫി പറമ്പിൽ അറിയാമെങ്കിൽ അത്തരത്തിലുള്ള കൂടെ കൊണ്ടു നടക്കും. നാളെ വരാൻ പോകുന്ന അപകടം എന്താണെന്ന് ഷാഫി പറമ്പിൽ അറിയായിരിക്കുമല്ലോ. ഇല്ലില്ല, ഒരിക്കലും ഷാഫി പറമ്പിൽ അറിയാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ അത്രമാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രേ പറയുള്ളൂ. വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്നു. ഇത്തരത്തിലൊരു നാളെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാളെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ഇത്രയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാൾ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അയാൾ ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരിക്കൽ പോലും ഷാഫി പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഷാഫി ഇപ്പോഴും അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഇയാൾ ചെയ്ത് തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. അതേ പറഞ്ഞുള്ളൂ. ബാക്കി VD സതീശനും ബാക്കി എല്ലാ കോൺഗ്രസ് രാഷ്ട്രീയക്കാരും ഇയാളെ തള്ളിപ്പറയുമ്പോൾ ഷാഫി പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളെ സംരക്ഷിക്കുന്നത് ചിലപ്പോൾ പോലീസ് നാളത്തെ ജാമ്യത്തിന്റെ കേസ് അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെ കേരള പോലീസിന് ഒരാളെ തപ്പിയെടുക്കാൻ നിമിഷങ്ങൾ മതി.
ചിലപ്പോൾ അങ്ങനെ പോലീസ് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ പോലീസ് മന്ത്രി, പോലീസിനെ നയിക്കുന്നവർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. നാളത്തെ ജാമ്യത്തിന്റെ കാര്യം കൂടി അറിഞ്ഞിട്ട് മതി അറസ്റ്റ് ചെയ്യാന്നുള്ളത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അല്ലാതെ പോലീസ് ആരും അതിനെ തടഞ്ഞു വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വലിയ കോട്ടയ്ക്കുള്ളിൽ കൊണ്ട് ഇയാളെ ഒളിപ്പിച്ചിരിക്കുന്നു, അതിന് കുറെ പേര് കാവൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പോലീസ് അതിന് ഉത്സാഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ നടികളോ സിനിമാക്കാരോ അങ്ങനെയൊന്നും പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. ഇയാൾക്ക് കുറെ സിനിമാക്കാരുമായി ബന്ധമുണ്ട്. ഞാനിപ്പോ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് GS വിജയൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഞാനൊരു സ്റ്റിൽ അയച്ചു കൊടുത്തു. രഞ്ജിത്ത്, GS വിജയൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ജോയി മാത്യു, ഇവർ 4 പേരും കൂടി ഇരിക്കുന്നത് ആരോ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നു. പഴയതാണ്. അപ്പോ ഇയാള് സിനിമാ വേദികളിൽ, അതായത് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വരുമായിരുന്നു. സിനിമാക്കാരുമായി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ്രോ ജോസഫ് തുടങ്ങിയവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ സിനിമയിലെ ചിലരൊക്കെ ആയിട്ട് പരിചയം ഉണ്ടാവും. പക്ഷേ സിനിമാക്കാർ മൊത്തം ഷാഫിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല, ഇത്തരം പ്രവൃത്തി ചെയ്ത ഒരാളെയും സിനിമയിൽ ഉള്ള മനുഷ്യരാരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പിന്നെ ഇയാൾ ഇങ്ങനെ പണം കൊടുത്തവരെ കൂട്ടുന്നു, ധനസമ്പാദനത്തിന് വേണ്ടി പലരും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് ഞാൻ പല സോഷ്യൽ മീഡിയയിലും കണ്ടു. പണത്തിന് വേണ്ടിയാണ് ചിലർ ചെയ്യുന്നത്. ഞാൻ 2-3 വീഡിയോ ചെയ്തത് ഞാൻ ഇയാളെ ഒരിക്കൽ മാത്രമേ ഇയാളോട് സംസാരിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അല്ലാതെ യാതൊരു പരിചയമുള്ള ആളല്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ തളർത്തിക്കളയരുത്, തളർത്താൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നു അയാള് തളർന്നു പോവേണ്ട ആള് തന്നെയാണ്. അത്രയും വൃത്തികെട്ട സ്വഭാവ വൈചിത്ര്യത്തിനുടമയാണ് അയാൾ. ശ്രീ ജോസഫ് മുഴുവൻ അടച്ചു പറയുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പീഡന കേസ് പ്രതിയെ കൂടി ഇനി എടുത്ത് തലയിൽ വെക്കാനുള്ള ആരോഗ്യം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇനിയെങ്കിലും മാറി ചിന്തിക്കണമല്ലോ. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, ഈ പിന്തുണ കൊടുത്തവരുടെ ഒരു പ്രത്യേകതരം ഒരു സൈക്കോളജി, അത് ഈ സ്ത്രീകളാണെങ്കിൽ, അത് ഈ സിനിമാക്കാരാണെങ്കിൽ, അതല്ലാത്തവരാണെങ്കിൽ, അഭിഭാഷകരുണ്ട്, അല്ലാത്ത സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ട്. വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പരാതി ഉയർന്നത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, അത് വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ മാർഗത്തിലൂടെ അല്ല നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഒരു ലേബൽ ഇറക്കുക, കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ പറയുക, ആ ഒരു അസന്മാർഗികതയിലേക്ക് ആണ് ഇര പോയത്. അതുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ പ്രതിയാകുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനാണ് വലിയ കയ്യടി കിട്ടിയത്. ദിവ്യയൊക്കെ ഇട്ട പോസ്റ്റിനകത്തൊക്കെ വന്ന് പറയുന്നവരും രാഹുലിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ ഇരയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ടെൻഡൻസി നടക്കുകയാണ്. എന്ത് തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാലും ഇനി ഈ തരത്തിൽ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി ആരും ഒരു പരാതിയുമായി വരാതിരിക്കുമല്ലോ. പരാതിയുമായിട്ട് വരുന്നവരെ അപമാനിക്കുക, അവർക്ക് ഒപ്പം പിന്തുണ കൊടുക്കുന്നവരെ വളഞ്ഞിട്ടടിക്കുക. ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഇപ്പോഴല്ല, ഇത് നടിയെ ആക്രമിച്ച സമയം തൊട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതെ, അത് ഏറ്റവും എളുപ്പം അതാണല്ലോ. ആരാണോ സർവൈവർ അവരെ ടാർണിഷ് ചെയ്യുക, അവരുടെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക, അവരെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഡിഫൻസ് മെക്കാനിസം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ നിയമത്തിൻ്റെ അകത്താണെങ്കിലും ഈ പറയുന്ന ഫ്രോഡുലൻ്റ് എന്ന് പറയുന്ന ഒന്ന്, അത് പ്രോമിസ് കൊടുക്കുന്നത് അടക്കം ഫ്രോഡുലൻ്റ് ഫ്രം ദ വെരി ബിഗിനിങ് ആണെങ്കിൽ ആ പറയുന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ എടുത്ത് മാറ്റം പരിശോധിച്ചുകൊണ്ട് പുതിയ സുപ്രീം കോടതി വിധിയടക്കം പറഞ്ഞുകൊണ്ട് ചില ഭാഗം നമുക്ക് വേണ്ട ആവശ്യമുള്ള ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നത് എവിഡൻസ് ആക്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നാണ്. നേരത്തെ വിക്ടിമിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒന്ന് വളരെ കൃത്യമായിട്ട് എവിഡൻസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളിപ്പോൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അടക്കം അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവരെന്തായിരിക്കുന്നു എന്നുള്ളത് പറ്റില്ല എന്ന് പറയുന്ന ഒരു നിയമമുള്ളപ്പോൾ ഇത് അലിഗേഷൻസ് ആണല്ലോ ഈ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. അത് നിയമത്തിലെ ഒരു റെലവൻറ്റ് ഫാക്ടർ അല്ലാതിരിക്കുകയും അത്തരം കാര്യങ്ങൾ ഈ അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൽ അയാൾക്ക് ക്രോസ് ചെയ്യാനുള്ള റെലവൻസി ഫാക്ട്സിൻ്റെ അകത്ത് വരുന്ന ഒന്നല്ല എന്ന് നിയമം തന്നെ പറയുന്ന ഒരു നാട്ടിലിരുന്നു കൊണ്ടാണ് യാതൊരുവിധ നിയമബോധവും ഇല്ലാതെ വിവരവും ഇല്ലാതെ അവരിതല്ലേ അതല്ലേ എന്ന് പറയുന്നത്. ഇതൊക്കെ ആരാണ് ജഡ്ജ് ചെയ്യാനായിട്ട് ഇവർക്ക് ചുമതല കൊടുത്തിട്ടുള്ളത്? അത്തരത്തിൽ ജഡ്ജ് ചെയ്യുന്നതല്ല നിയമമെന്നും അത്തരത്തിൽ ഒരാൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ അകത്ത് അയാൾക്ക് നേരെ നടക്കുന്ന അനീതിക്ക് നേരെ അയാൾ വന്നു പറയുന്ന സമയത്ത് വളരെ ഇതായിട്ട് നിങ്ങൾ ഇന്നതാണ് എന്ന്
എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ആ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ കൊട്ടേഷൻ പരിപാടിയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊട്ടേഷൻ തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ ദിവ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ പറയുന്ന സ്ത്രീകളടക്കം പാട്രിയാർക്കിയുടെ ടൂളുകളാണ്. പാട്രിയാർക്കലായിട്ട് ഇത് എല്ലായ്പ്പോഴും പാട്രിയാർക്കി നിൽക്കുന്നത് ഏജൻസികളിലൂടെ തന്നെയാണ്. അത് പാട്രിയാർക്കി മാത്രമല്ല, ഏത് അധികാര ഘടനയും ഏതൊരു അധികാര സ്ഥാപനവും നിൽക്കുന്നത് അതിൻ്റെ അകത്ത് വളരെ ബലം ഏറ്റവും കൃത്യമായിട്ട് പ്രയോഗിച്ചുകൊണ്ടാണ്. അത് ടൂളുകളുണ്ട് അവർക്ക്. ഈ പറയുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന സ്ത്രീകളെ, ഈ പറയുന്ന പുരുഷന്മാരെ അവരുടെ വീട്ടിൽ ഇപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുരുഷന്മാർ വന്ന് നിന്ന് മെൻസ് റൈറ്റ്സ് ആക്ടിവിറ്റീസ് എന്ന്, ഇവർക്കൊക്കെ മക്കളുണ്ട്, ഇവർക്കൊക്കെ വീടിൻ്റെ അകത്ത് ആളുകളുണ്ട്. നാളെ ഈ പറയുന്ന നമ്മളിവിടെ ഇരുന്ന ഇവിടെ ഫെമിനിസം സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നു, ഇത് നമ്മൾ വരാനിരിക്കുന്ന ഇവിടെ ആർക്കും ഏറ്റവും ഒന്നും ഇണ്ടാതെ കോൺട്രവേഴ്സി ഇല്ലാതെ ജീവിക്കാൻ തന്നെയാണ് മനുഷ്യർക്ക് എല്ലാം ഇഷ്ടം. പക്ഷെ നിരന്തരം സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് സമത്വത്തോടു കൂടി ജീവിക്കാൻ, അന്തസ്സോടു കൂടി ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജനിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും മരിക്കുക എന്നതല്ല, അന്തസ്സായി ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ്. അത് സ്ത്രീ എന്ന നിലയിൽ തുല്യത കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ശരി, ആക്രമിച്ച ആൾക്കെതിരെ പറയുമ്പോൾ ഒരു സ്ത്രീക്ക് നേരെ അവരുണ്ടാകുന്ന ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീക്കാണ് കുഴപ്പമെന്ന് പറയുന്നത് അന്തസ്സില്ലായ്മ കൂടിയാണ്, സ്ത്രീയുടെ നേരെയുള്ള അന്തസ്സോടെ അല്ലാത്ത ട്രീറ്റ് കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടി വരുന്നത് ഈ പറയുന്ന ആളുകളുടെയൊക്കെ അടക്കം വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒക്കെ നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന 1950 വന്ന് 75 വർഷമൊക്കെ ഇപ്പുറം നിൽക്കുമ്പോഴും നമുക്ക് നിരന്തര സമത്വത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും കിട്ടാത്ത ഒന്നാണ് എന്ന് സംസാരിക്കേണ്ടി വരുന്നത് മാറേണ്ടതില്ലേ ഈ സൊസൈറ്റി? ഇത് ആരെങ്കിലും സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. ഇത് ഇപ്പം നേരത്തെ ഇദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടു, ഒരാളെ എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയില്ലല്ലോ, ആ ആൾ ആക്രമിച്ച ആള് വന്ന് നിന്ന് പറയുമ്പോൾ അയാൾ ആക്രമിച്ചിട്ടുള്ള ആളാണെങ്കിൽ അയാൾ തീർച്ചയായും അത് കേൾക്കാൻ, അയാൾ അത് നിയമത്തിന്റെ നിയമം പറയുന്ന അനുശാസിക്കുന്ന ശിക്ഷ കിട്ടാനായിട്ട് യോഗ്യനാണ് എന്നാണ്. അതല്ലാതെ അവിടെ ഏത് തരം സഹതാപാണ്? അവിടെ സഹതാപം അർപ്പിക്കുന്നത്, അവിടെ ഒപ്പം നിൽക്കേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത്, കാലങ്ങളായി ഇത് അനുഭവിച്ചു എന്ന് പറയുന്ന മിണ്ടാൻ ഇപ്പോഴും പറ്റാതിരുന്നത്. നമ്മൾ എപ്പോഴും പറയും എന്താ മിണ്ടാതിരുന്നത് നേരത്തെ, അല്ലെങ്കിൽ എടുത്തുക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും ആ പറയുന്ന പ്രിവിലേജ് ഉള്ള എത്ര മനുഷ്യർ, ഒരു പൊതുബോധ്യം തന്നെ ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. ദിവ്യ, മാനിപ്പുലേഷനും കൺസെന്റും ഒന്നും ഞങ്ങൾക്കറിയില്ല, അത് എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഉഭയസമ്മത പ്രകാരം ബന്ധമല്ലേ നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള ബോധ്യമൊക്കെ ഇപ്പൊ ദിവ്യയുടെ അടക്കം പോസ്റ്റിൽ താഴെ വന്ന് ബഹളം വെക്കുന്ന ആൾക്കാർക്കുണ്ട്. അതായത് ഇനി ഏതെങ്കിലും ഒരു പരാതിയുമായിട്ട് വരികയാണെങ്കിൽ അത് രണ്ടുപേരും കൂടെ അറിഞ്ഞ് നടന്നതല്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയണം. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഈ 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ നിയമപരമായിട്ട് ഉയർത്തിപ്പിടിക്കും. സമൂഹത്തിന്റെ നല്ല നടപ്പിന് വേണ്ടി പറയും, സന്മാർഗികതയ്ക്ക് വേണ്ടി പറയും, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി പറയും. ഇവിടെ ഇപ്പൊ എന്റെ പോസ്റ്റിനിടയിൽ വന്ന് വാദിച്ച പലരും പറഞ്ഞൊരു വാദമാണ്. ഞാനൊരു കാര്യം, ഹലോ ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇടയ്ക്ക് ആർക്കും സംസാരിക്കുന്ന വരുന്നുണ്ട് ഇടയ്ക്ക്. എന്റെ പോസ്റ്റിനിടയിൽ വന്ന വലിയൊരു വാദമാണ്, കോടതിയിൽ നിന്ന് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നു ആദ്യ വിവാഹം ബന്ധം ഒഴിഞ്ഞതിന് ശേഷമാണ് രാഹുലുമായിട്ട് ഉള്ള അടുപ്പമുണ്ടാവുന്നതെന്ന് പറയുന്നു. അത് ആക്ച്വലി സംഭവിച്ചത് ഈ കുട്ടി ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ പല ട്രോമയും സങ്കടമൊക്കെ ഇയാളോട് ഷെയർ ചെയ്തു. പക്ഷെ ആ അവസരം ഇയാൾ മുതലെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പത്തേക്ക് ആദ്യത്തെ ബന്ധം ഈ ഗാർഹിക പീഡനം സഹിക്കാൻ വയ്യാതെ പെൺകുട്ടി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും വാദിക്കുന്ന ഡിവോഴ്സ് കിട്ടിയില്ലല്ലോ. നമുക്കറിയാം നമ്മുടെ കോടതി സംവിധാനത്തില് ഈ രണ്ടുപേരും ഭാര്യയും ഭർത്താവും പിരിഞ്ഞു കഴിഞ്ഞ് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടുക. അത് ചിലപ്പോൾ കേസുകളായിട്ട് ഇങ്ങനെ നീണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് വർഷങ്ങളോടെ കടന്നു പോകും. അതിന്റെ ഇടയ്ക്ക് ഈ സ്ത്രീക്ക് വേറെ ആരോടും അടുപ്പം തോന്നാൻ പാടില്ലാന്നോ പ്രണയം തോന്നാൻ പാടില്ലാന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തോ ഭയങ്കര സദാചാര വിരുദ്ധമായ കാര്യമാണോ നമുക്ക് പറയാൻ പറ്റുമോ? നിലവിൽ ഇപ്പോ നമ്മളൊരു നിലവിലുള്ള സദാചാര കൺസെപ്റ്റ് വെച്ച് തന്നെ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. എന്നാൽ പോലും കൂടെ നമ്മളിപ്പോ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുകയാണ്, ഒരു പാർട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ അയാളെ പറ്റിച്ച് വേറെ ആളുമായിട്ട് ബന്ധമാണെങ്കിൽ അത് ചീറ്റിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അയാളോട്ടുള്ള ബന്ധം പിരിഞ്ഞു, സെപ്പറേറ്റഡ് ആയി, വേറെ താമസിക്കുന്നു, ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോകുന്ന രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നു. അതിനുശേഷം വേറെ ആളോട് അടുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ ചീറ്റിംഗ് സംഭവിക്കുന്നത്? അവിടെ എങ്ങനെയാണ് ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് പറയാൻ പറ്റുക? കോടതിയുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കോടതിയിൽ നിന്ന് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ആ ഒരു വാദം
ഇവര് ഇത് എന്താ വാദിക്കാൻ വേണ്ടി വാദിക്കുന്ന പോലെയാണ്. പലരും ചോദിക്കുന്നത് കോടതിയിൽ നിന്നുള്ള ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് എവിടെ? ഇപ്പൊ ഞാൻ പലരോടും മറുപടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവർ കല്യാണം രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം കൊണ്ടുപോവാ, അപ്പൊ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. കാരണം ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, രജിസ്റ്റർ ചെയ്യുന്നവിടെ അവരൊന്നും പോയില്ല, അതിനു മുന്നേ അവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വേറെ വാദം, ഞാനത് നേരത്തെ പോലെ പറയാൻ വെയിറ്റ് ചെയ്തൊരു കാര്യം ആയതുകൊണ്ട് പറയാണ്, കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഇപ്പൊ നമ്മൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു, വളരെ ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും അത് ചെയ്യാമായിരുന്നല്ലോ. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇയാൾക്കെതിരെ പരാതി വന്നു എന്ന് ആ സമയത്ത് തന്നെ ഇയാൾ പാലക്കാടുണ്ട്, പ്രചരണം നടത്തിയ അവിടെ ശരിയാണ്. ഞാൻ ആ സമയപരിമിതി അതാണ് ഇതിന്റെ കാതലായിട്ടുള്ള പോയിന്റ്. കാരണം 6 ദിവസം ജനപ്രതിനിധിക്ക് ഒളിവിൽ കഴിയാൻ ഉള്ള സാഹചര്യം പോലീസ് തന്നെ വഴിയൊരുക്കി കൊടുക്കുന്നു. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകൾ കൂടി ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കും. നമ്മൾ ഈ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു വിമർശനങ്ങൾ കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ ശ്രീ ജോസ് തോമസ് ഈ ചർച്ച പറഞ്ഞതുപോലെ ആ കൊടുത്ത പിന്തുണയിൽ താൻ പശ്ചാത്തപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരമായ കാര്യം. ഒരു ജനപ്രതിനിധി പെർവെർട്ടാകുമ്പോൾ അത് അങ്ങനെയുള്ള പരാതികൾ വീണ്ടും വരുമ്പോൾ ഇപ്പോഴെങ്കിലും ആ പിന്തുണ കൊടുത്ത സ്ത്രീകൾ അത് തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിന്തുണ വീഡിയോ കണ്ടിട്ട് പുതിയ ഇരകളാകുന്ന മുന്നിൽ നിങ്ങൾ പോലും വലിയ കുറ്റക്കാരായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും രാഹുലിന്റെ ഈ പീഡനങ്ങളെല്ലാം, ഈ വേട്ടയെല്ലാം നേതാവ് എന്ന ലേബൽ മറയാക്കിയായിരുന്നു എന്നായിരുന്നു പ്രേക്ഷകരോട് ചോദിച്ചത്. അതേന്ന് 62% പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്. ജോസ് തോമസ്, അഡ്വക്കേറ്റ് മായകൃഷ്ണൻ, ദിവ്യ ദിവാകരൻ, ഒപ്പം അജു മുണ്ടിയാക്കൽ പ്രൈം ഡിബേറ്റിന്റെ ഭാഗമാണ്. ഏറെ നന്ദി.